ഈ ആടാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അതാ പ്രസവിച്ച കുട്ടിയാണ് ഇത്. അപ്പോൾ ഇവളും ഗർഭിണിയായിരുന്നു. ഇവളിപ്പോൾ ഇന്ന് പ്രസവിച്ചു. അത് പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് പ്രസവിച്ചപ്പോൾ തന്നെ എല്ലാ ആടുകളും പ്രസവിക്കുമ്പോൾ തലഭാഗമാണ് ആദ്യം കാണുക. പക്ഷേ ഇത് പുറകിലത്തെ 2 കാലോട് കൂടിയിട്ടാണ് ആൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായി. ആ ആടിൻ്റെ വയറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ പൊക്കിൾക്കൊടി മുഴുവനായിട്ട് അറ്റുപോയി. അപ്പോൾ വേഗം ഇതിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പൊക്കിൾമ ഇതാക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു വിട്ടു. അപ്പോൾ എന്താ പറയുക, പാലില്ല ആട്ടിൻകുട്ടിക്ക്, അതാണ് പ്രശ്നം. ഇതിൻ്റെ അമ്മ തന്നെ ചെറിയൊരു ആടാണ്. അപ്പോൾ അത് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പ്രസവിക്കുകയും ചെയ്തു. അത് കാരണം ആട്ടിൻകുട്ടി പാലില്ല. ഇത് ഡോക്ടർ എഴുതി തന്ന മരുന്നാണ് പൊക്കിളിൽ പറ്റി. കുട്ടിക്ക് തീരെ വളർച്ചയില്ല, വളർച്ചക്കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഡോക്ടർ പോകാൻ നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ കുളമ്പൊക്കെ അത്രയ്ക്ക് എന്താ പറയുക, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒക്കെ ആ കുളമ്പ് നമ്മുടെ കൈയ്യുമ്മ പോരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അതുമല്ല, ഈ ആട് പ്രസവിച്ചത് ഈ ഒരു ആട്ടിൻകുട്ടി തലഭാഗമല്ല വന്നത്, പുറകത്തെ 2 കാൽഭാഗമാണ് വന്നത്. അപ്പോൾ അങ്ങനെ പ്രസവിച്ച കാരണം അവരെ ഈ ഒരു ആട്ടിൻകുട്ടി പൂക്കൾ അവിടെ വെച്ചിട്ട് നെറ്റ് പോകും, എന്താ പറയുക. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വളർച്ചക്കുറവായതുകൊണ്ട് ഞാനിവരെ ഈ ഒരു ആട്ടിൻകുട്ടീനെ കൊണ്ട് ഡോക്ടറെത്തി പോവുകയാണ്. അപ്പോൾ ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം ഇതിന് വളർച്ച വെള്ളം എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആരോഗ്യക്കുറവുണ്ടായത് കാരണം ഈ കുട്ടി എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല.